കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ ഓരോ നിമിഷവും നടത്തുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട ദൈവവചനം, കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നു, നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഇസ്രായേൽ മക്കൾ കർത്താവിൻ്റെ ആഗ്രഹപ്രകാരം അവർ നടന്നപ്പോൾ അവർക്ക് വേണ്ടതെല്ലാം തീക്കൽപ്പാറയ്ക്കകത്തുനിന്ന് കുടിക്കാനുള്ള വെള്ളം കൊടുത്തു. അതുപോലെ തന്നെ അവർക്ക് സ്വർഗീയ മന്ന കൊടുത്തു. ഓരോ നിമിഷവും സൂപ്പർ നാച്ചുറലായിട്ട് അവരെ നടത്തി. അതേ കർത്താവ് തന്നെയാണ് നമ്മളെ നടത്തുന്നത്. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ സൂപ്പർ നാച്ചുറലായിട്ട് ചില അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട ആ നോർത്ത് ഇന്ത്യൻ മീറ്റിങ്ങിൻ്റെ തുടർന്നുള്ള മെസ്സേജാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ദൈവ സാന്നിധ്യം. യേശു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ഇന്ന് കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ ഈ TV പ്രോഗ്രാം കാണാൻ നിങ്ങൾ ഇരിക്കുന്നത്. യേശുവിൻ്റെ സ്പർശനം നിങ്ങൾക്കുണ്ടാകും. നമുക്ക് പ്രാർത്ഥനയോടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ശുശ്രൂഷയിലേക്ക് കടന്നു പോകാം. കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. I want to tell every Christian sitting over here, ഇവിടെ ഇരിക്കുന്ന ഓരോ ക്രിസ്ത്യാനികളോട് ഞാൻ പറയട്ടെ, you don't have to run here and there. നിങ്ങൾ അവിടെ ഇവിടെ ഓടി നടക്കേണ്ട You ആവശ്യമില്ല. are the carriers of the glory of God. ദൈവ മഹത്വത്തെ വഹിച്ചുകൊണ്ട് നടക്കുന്നവരാണ് ഞാനും നിങ്ങളും. People will flock around you നിങ്ങളുടെ ചുറ്റും ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഓടി വരും. to hear solution, അവരുടെ പരിഹാരങ്ങൾ കേൾക്കുവാൻ അവർ ഓടി വരും. hear wisdom of God. ദൈവിക ജ്ഞാനം അറിയുവാൻ അവർ ഓടി വരും. Are you ready to give the wisdom of God for the world? ദൈവിക ജ്ഞാനം കർത്താവിൽ നിന്ന് പ്രാപിച്ച് ലോകത്തിന് കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? Because Jesus prayed like this, കാരണം കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പ്രാർത്ഥിച്ചു, Father, പിതാവേ, I am giving them the glory അവിടുന്ന് എനിക്ക് തന്ന മഹത്വം that the world will know ഞാൻ ഇവർക്ക് കൊടുക്കുകയാണ്, ലോകം അറിയുവാൻ. that you sent me. അങ്ങനെ അയച്ചു എന്ന് ലോകം അറിയുവാൻ. Hallelujah. ഹല്ലേലൂയ. The world will know that Jesus was sent by God through the glory that is inside of you. എന്റെയും നിങ്ങളുടെ മഹത്തുള്ള ദൈവിക മഹത്വം കാണുമ്പോൾ യേശുവിനെ പിതാവ് അയച്ചെന്ന് ലോകം അറിയുവാൻ ഇടയാകും. In you, നിങ്ങളിൽ, 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 in you, 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 in you. Church, let it arise in the glory of God. ദൈവിക മഹത്വത്തിൽ സഭ എഴുന്നേറ്റ് വരട്ടെ. Hallelujah. ഹല്ലേലൂയ. Bible says ദൈവവചനം പറയുന്നു, Jesus യേശു is my high priest, യേശു എന്റെ മഹാപുരോഹിതനാണ്. seated at the right hand of the Father. പിതാവിന്റെ വലതുഭാഗത്ത് എനിക്കായിരിക്കുന്നു. Number 2, രണ്ടാമതായി, he obtained an excellent ministry of a mediator for me. എനിക്ക് വേണ്ടി വിശേഷതയേറിയ ഒരു ശുശ്രൂഷ താൻ പ്രാപിച്ചു. There is someone called Eob in the Old Testament. ദൈവവചനത്തിൽ പഴയ നിയമത്തിൽ ഇയ്യോബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ സാധിക്കും. Oh, he was destroyed totally. താനിതാ പരിപൂർണമായി നശിച്ചുപോയി. Job 9:33, the Bible says. ഇയ്യോബ് 9:37 ദൈവവചനം പറയുന്നു. Your Job is saying, ഇയ്യോബ് പറയുകയാണ്, if only I had a mediator എനിക്കൊരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നുവെങ്കിൽ, who would talk to God, ദൈവത്തോട് സംസാരിക്കുവാൻ I will not have to face this. എനിക്കിതൊന്നും സംഭവിക്കുമായിരുന്നില്ല. Hallelujah. ഹല്ലേലൂയ. If I had a mediator. എനിക്കൊരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നുവെങ്കിൽ. Job did not have a mediator. ഇയ്യോബിന് ഒരു മധ്യസ്ഥൻ ഇല്ലായിരുന്നു. But you and I have a mediator. എനിക്കും നിങ്ങൾക്ക് ഒരു മധ്യസ്ഥൻ ഉണ്ട്. Can you shout his name? അവന്റെ നാമം ഒന്ന് വിളിച്ചു പറയാമോ? യേശു. Hallelujah. ഹല്ലേലൂയ. Bible says ദൈവവചനം പറയുന്നു, he is our mediator. അവൻ നമ്മുടെ മധ്യസ്ഥനാണ്. 1 Timothy 2:5. 1 തിമോത്തി 2:5 പറയുന്നു. Hebrews 9:15. എബ്രായർ 9:15 He പറയുന്നു, is my mediator. അവൻ എന്റെ Can you മധ്യസ്ഥനാണ്. shout and say, ഒന്ന് വിളിച്ചു പറയാമോ? Jesus is my high priest. യേശു എന്റെ മഹാപുരോഹിതൻ. He is my mediator. അവൻ എന്റെ മധ്യസ്ഥൻ. Any problem between Father and me, he will come in between. പിതാവിന്റെയും എന്റെയും മധ്യത്തിൽ എന്ത് വിഷയമുണ്ടെങ്കിലും എന്റെ യേശു അത് പരിഹരിക്കും. Hallelujah. ഹല്ലേലൂയ. He is my mediator. അവൻ എന്റെ മധ്യസ്ഥനത്രേ. He loves me so much, he died for me. അവൻ എന്നെ എത്രയധികമായി സ്നേഹിക്കുന്നു. അവൻ എനിക്കായി മരിച്ചവനാണ്. I'll tell you something. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. His job did not get over on the cross. തന്റെ ദൗത്യം ക്രൂശിൽ അവസാനിച്ചില്ല. Even tonight, he is seated at the right hand for me. And ഇന്ന് രാത്രിയിലും പിതാവിന്റെ വലതുഭാഗത്ത് അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇരിക്കുകയാണ്. he saves and keeps you. അവൻ നിങ്ങളെ രക്ഷിക്കുകയും നിങ്ങളെ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യും. Hallelujah. ഹല്ലേലൂയ. He becomes a mediator. അവൻ നമുക്കായി മധ്യസ്ഥനായി But തീർന്നു. mediator is not enough. എന്നാൽ മധ്യസ്ഥനായതുകൊണ്ട് അവസാനിച്ചില്ല. Because mediator is required for salvation. മധ്യസ്ഥനായത് എന്തിനാണ്? നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. But after salvation, എന്നാൽ രക്ഷയുടെ I ശേഷം need many things. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ആവശ്യമുണ്ട്. I need a powerful intercessor. എനിക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ശക്തനായ ഒരു വ്യക്തി എനിക്ക് ആവശ്യമുണ്ട്. प्रार्थना करने वाले, intercessor. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ, എനിക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവൻ. Bible says ദൈവവചനം പറയുന്നു in Hebrews 7:25. എബ്രായർ 7:25 വാക്യം,
And Romans 8:34. റോമർ 8:34 വാക്യം. Jesus is my intercessor. യേശു എന്റെ മധ്യസ്ഥൻ, എന്റെ ഇടിവിൽ നിൽക്കുന്നവൻ. Hallelujah. Hallelujah. I can tell you tonight. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, You can tell Dubashish, please pray for me. നിങ്ങൾക്ക് വേണേ ഇദ്ദേഹത്തോട് പറയാം, ദയവായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Debashish will sleep. എന്നാൽ അദ്ദേഹം ഇറങ്ങിപ്പോകും. बोलेगा हाँ प्रार्थना कर देंगे, but Debashish will sleep. പ്രാർത്ഥിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഒരുപക്ഷെ താൻ ഉറങ്ങിപ്പോയേക്കാം. But you have an intercessor. എന്നാൽ എനിക്ക് നല്ലൊരു ഇടിവിൽ നിൽക്കുന്ന പ്രാർത്ഥിക്കുന്നവനുണ്ട്. 24 hours, 24 മണിക്കൂർ, 365 days, 365 ദിവസം seated at the right hand of the Father. പിതാവിന്റെ വലതുഭാഗത്ത് എനിക്കായിരുന്നു. He is praying for you. അവൻ എനിക്ക് വേണ്ടി He is പ്രാർത്ഥിക്കുക. called the intercessor. അവൻ എനിക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവനാണ്. Turn to your neighbor and say, you have a personal intercessor seated at the right hand of the Father. അടുത്ത് നിൽക്കുന്ന വ്യക്തിയോട് തിരിഞ്ഞു പറഞ്ഞാട്ടെ, നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന വ്യക്തിപരമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ പിതാവിന്റെ സന്നിധിയിലുണ്ട്. Hallelujah. Hallelujah. That is why the Bible says, അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, who are you to condemn? നിങ്ങൾ ആരാണ് കുറ്റം വിധിക്കുവാൻ? Meaning to say, അതിന്റെ അർത്ഥം ഇതാണ്, you cannot condemn yourself. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കുറ്റം വിധിക്കുവാൻ അനുവാദമില്ല. Why? എന്തുകൊണ്ട്? Romans 8:34. റോമർ 8:34 വാക്യം. You cannot condemn yourself. നിങ്ങൾക്ക് നിങ്ങളെ പോലും കുറ്റം വിധിക്കുവാൻ അനുവാദമില്ല. Why? എന്തുകൊണ്ട്? Because Jesus died. കാരണം യേശുവാണ് മരിച്ചത്. He rose up. അവൻ ഉയർത്തെഴുന്നേറ്റു. And he is interceding for you. അവൻ പിതാവിന്റെ വലതുഭാഗത്ത് നിനക്കായി പ്രാർത്ഥിക്കുന്നു. Hallelujah. Hallelujah. आप कौन होते हैं बोलने के लिए कि आप कीड़ा है, मकोड़ा है, डस्ट है? Who are you to condemn yourself? നിങ്ങൾ നിങ്ങളെ തന്നെ ന്യായം വിധിക്കുവാൻ നിങ്ങൾ ആരാണ്? We cannot condemn ourselves. നമുക്ക് സ്വയം വിധിക്കുവാൻ അവകാശമില്ല. If you say, നിങ്ങൾ ഇപ്രകാരം പറഞ്ഞാൽ, I am good for nothing. എന്നെ ഒന്നിനും കൊള്ളില്ലെന്ന് പറഞ്ഞാൽ, If you say, ഇപ്രകാരം നിങ്ങൾ പറയുകയാണ്, I am a worm, ഞാനൊരു പുഴുവാണ്, you are saying that the blood of Jesus is not powerful. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി പോരാന്നാണ് നിങ്ങൾ പറയുന്നത്. You are saying Jesus dying on the cross is useless. യേശു ക്രൂശിൽ മരിച്ചത് വ്യർത്ഥമായി പോയെന്നാണ് നിങ്ങൾ പറയുന്നത്. My dear pastors, I want to tell you, എന്റെ പൊന്നു പാസ്റ്റേഴ്സ്, ഞാൻ നിങ്ങളോട് പറയട്ടെ, stop condemning the church. സഭയെ കുറ്റം വിധിക്കുന്നത് നിർത്തിയാട്ടെ. Stop condemning the people. വിശ്വാസികളെ കുറ്റം വിധിക്കുന്നത് നിർത്തിയാട്ടെ. These children, these people are not sinners. ഇവരാരും പാപികളല്ല, They are not worms. അവർ പുഴുക്കളല്ല, They are bought by the blood of Jesus Christ. യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. They are children of God. അവർ ദൈവത്തിന്റെ പ്രിയ മക്കളത്രേ. Bolo Yeshu Masih ki. Jesus is my high priest. യേശു എന്റെ മഹാപുരോഹിതനത്രേ. Jesus is my mediator. യേശു എന്റെ മധ്യസ്ഥനത്രേ. My personal mediator. എന്റെ വ്യക്തിപരമായ മധ്യസ്ഥനാണ് He യേശു. is my interceder. അവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനത്രേ. Hallelujah. ഹല്ലേലൂയ. But many times എന്നാൽ പലപ്പോഴും I fall down. ഞാൻ വീണു പോയിട്ടുണ്ട്. Lost the mark. Lost the mark. എന്റെ കുറിച്ചുള്ള ഉദ്ദേശം വിട്ടുപോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. Share. I cannot now face God. എനിക്ക് ഇനി ദൈവത്തെ നോക്കുവാൻ സാധിക്കത്തില്ലല്ലോ. The Bible says, എന്നാൽ ദൈവവചനം പറയുന്നു, wait a minute. ഒരു നിമിഷം നിന്നാട്ടെ, You have an advocate. നിനക്കൊരു നല്ല അഡ്വക്കേറ്റ് ഉണ്ട്. Hallelujah. ഹല്ലേലൂയ. He will appear before the supreme justice. ആ സുപ്രീം കോടതിയുടെ മുമ്പിൽ പിതാവിന്റെ സന്നിധിയിൽ നിനക്കായി അവൻ ഇതാ പ്രത്യക്ഷനാകുകയാണ്. Little children, പ്രിയ കുഞ്ഞുങ്ങളെ, do not sin. പാപം ചെയ്യരുത്. But if you sin, എന്നാൽ നിങ്ങൾ പാപം ചെയ്തു പോയാലോ, don't feel condemned and run away. നിങ്ങൾ കുറ്റബോധത്തോടെ ഓടിപ്പോകരുത്. Come, വന്നാട്ടെ, you have an advocate. നിങ്ങൾക്കൊരു നല്ല The അഡ്വക്കേറ്റ്. moment you say, നിങ്ങൾ ആ പറയുന്ന നിമിഷം, Jesus, I am sorry, യേശുവേ എന്നോട് ക്ഷമിക്കണേ, I am sorry, He will appear before the Father അവൻ പിതാവിന്റെ സന്നിധിയിൽ നിനക്ക് വേണ്ടി പ്രത്യക്ഷനാകും. and say, Father, എന്നിട്ട് പറയും, പിതാവേ, cover this also, wash this also in my blood. ഇതും എന്റെ രക്തത്താൽ കഴുകിക്കളയണമേ. Put this also in my account. ഈ പാപത്തെയും എന്റെ അക്കൗണ്ടിലേക്ക് ഇടണമേ. Jesus is my advocate. യേശുവാണ് എന്റെ അഡ്വക്കേറ്റ്. Can you shout hallelujah? വിളിച്ചു പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. Many advocates in the world will not fight for your case. ഈ ലോകത്തിലെ പല അഡ്വക്കേറ്റും ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടി വാദിക്കില്ലായിരിക്കാം. They will fight only if we are sure to win the case. ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തിലെ പല വക്കീലന്മാരും വാദിക്കത്തുള്ളൂ. My advocate എന്നാൽ എന്റെ വക്കീൽ will take any case. ഏത് കേസും താൻ The ഏറ്റെടുക്കും. Bible says ദൈവവചനം he പറയുന്നു, will take the uttermost. ഏറ്റവും കൊടിയ പാപിയെ താൻ ഏറ്റെടുക്കും. Sabse kharab. ഏറ്റവും തകർന്നു Might be പോയത് the sabse kharab aadmi in ഈ Roorkela. ലോകത്തിലെ ഏറ്റവും പാപിയായ വ്യക്തിയായിരിക്കും നീ. If എന്നാൽ you say Jesus, നിങ്ങൾ ഇങ്ങനെ പറയും, യേശുവേ, he will put on the coat of the advocate അവൻ ദാ വക്കീലിന്റെ കോട്ടിടുകയാണ്, and appear before the Father. പിതാവിന്റെ സന്നിധിയിൽ ദാ പ്രത്യക്ഷനാകും. Say, Father, പറയും, പിതാവേ, wash him with my blood. എന്റെ രക്തത്താൽ ഇവനെ കഴുകി ശുദ്ധീകരിക്കണമേ. I am ready to be new as if I have never ever sinned. ഞാൻ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത പോലെ യേശു എന്നെ വീണ്ടും പുതിയതാക്കുകയാണ്. This is the beauty of the new covenant. ഇതാണ് പുതിയ നിയമത്തിന്റെ മനോഹാരിത.
Can you shout hallelujah? നിങ്ങൾക്ക് വിളിച്ചു പറയാമോ ഹല്ലേലൂയ? Bible says ഈ വചനം പറയുന്നു, Jesus is my new high priest. യേശു എന്റെ മഹാപുരോഹിതൻ, Jesus is my mediator. യേശു എന്റെ മധ്യസ്ഥൻ, Jesus is my intercessor. യേശു എനിക്കായി പ്രാർത്ഥിക്കുന്നു, Jesus is my advocate. യേശു എന്റെ വക്കീലാണ്. Hebrews 7:22 the Bible says എബ്രായർ 7:22 പറയുകയാണ്, he becomes the surety of the new covenant. പുതിയ നിയമത്തിന്റെ ആധാരമായി അവൻ തീർന്നു. You know what it means? എന്താണ് അതിന്റെ അർത്ഥം എന്ന് നിങ്ങൾക്കറിയാമോ? From Matthew to Revelation, മത്തായി സുവിശേഷം മുതൽ വെളിപാട് വരെ every word എല്ലാ വാഗ്ദത്തവും he becomes the guarantee. അവൻ എനിക്ക് ഗ്യാരണ്ടിയാണ്. Hallelujah. ഹല്ലേലൂയ. Jeremiah 1:12 യിരെമ്യാ 1:12 the Bible says ദൈവവചനം പറയുന്നു, he watches over the word to perform in your life. താൻ പറഞ്ഞ ഓരോ വാക്കുകളും എന്റെ ജീവിതത്തിൽ നിവൃത്തിയാക്കുവാൻ അവൻ ശ്രദ്ധയോടെ ഇരിക്കുന്നു. Isaiah 55:11 യെശയ്യാ 55:11 the Bible says ദൈവവചനം പറയുന്നു, the word that has been sent ആ അയക്കപ്പെട്ട ദൈവവചനം will not return. ക്രിയ ചെയ്യാതെ മടങ്ങി വരികയും He watches over it. അവൻ ആ വാക്കിന്റെ മേൽ നോക്കിയിരിക്കുകയാണ്. That is why the Bible calls him the surety of the word. അതുകൊണ്ടാണ് ദൈവവചനത്തിന്റെ ഉത്തരവാദിയായി യേശു മാറിയത്. Can you shout hallelujah? ഹല്ലേലൂയ. That's why the Bible says, അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, oh, whatever is your promise, വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും, the promise of God, whatever, how many ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ in എത്രയുണ്ടെങ്കിലും Christ. അത് ക്രിസ്തു യേശുവിൽ. 2 Corinthians 1:20. 2 കൊരിന്ത്യർ 1:20 Yes. ഉവ്വ്. Amen. ആമേൻ. Why? എന്തുകൊണ്ട്? Because at the right hand of the Father കാരണം പിതാവിന്റെ വലതുഭാഗത്ത് യേശു is the surety of every promise which is to come to you. ഓരോ വാഗ്ദത്തങ്ങളുടെയും അവൻ ഗ്യാരണ്ടിയാണ്. Can you shout hallelujah? ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. Can you shout hallelujah? ഹല്ലേലൂയ. Can you shout hallelujah? ഹല്ലേലൂയ. He ഹല്ലേലൂയ. is the surety for cover to cover. ഓരോ വാക്കിനും അവനാണ് ഉത്തരവാദി. I can never be a failure ഞാൻ ഒരിക്കലും പരാജിതനാകുകയില്ല. because my Jesus is the surety of the word. കാരണം എന്റെ യേശു ഓരോ വാക്കിനും ഉറപ്പത്രേ. Hallelujah. ഹല്ലേലൂയ. I will increase, never decrease. ഞാൻ വർദ്ധിക്കും, ഒരിക്കലും ഞാൻ കുറയുകയില്ല. The Bible says ദൈവവചനം പറയുന്നു, he is my high priest, അവൻ എന്റെ മഹാപുരോഹിതൻ, seated at the right hand of the Father. പിതാവിന്റെ വലതുഭാഗത്ത് He is എനിക്കായിരിക്കുന്നു. my mediator. അവൻ എന്റെ മധ്യസ്ഥൻ, He is my intercessor. അവൻ എനിക്കായി പ്രാർത്ഥിക്കുന്നവൻ, He is my advocate. അവൻ എന്റെ വക്കീലാണ്. He is the surety of the word. അവൻ ഓരോ വാഗ്ദത്തത്തിന്റെയും ഉറപ്പത്രേ. Do you know who he is? അവൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? He is my own husband, അവൻ എന്റെ സ്വന്തം ഭർത്താവത്രേ, my lover. എന്നെ പ്രണയിക്കുന്നവൻ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Bible says, ദൈവവചനം പറയുന്നു, and for a man shall leave his parents ഒരു പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് and will be joined with his wife. തന്റെ ഭാര്യയോട് ഒന്നായി ചേരും. Ephesians 5. എഫെസ്യർ 5. He will join with the wife. ഭാര്യയോട് ഒന്നായി ചേരും. They will no longer be two but one. ഇനി അവർ മേലാൽ രണ്ടല്ല ഒന്നത്രേ. But I am talking about a great mystery. ഇത് ഞാൻ പറയുന്നത് ഒരു വലിയ മർമ്മമാണ്. I am talking about Jesus and the church. ഞാൻ യേശുവിനെയും സഭയെ കുറിച്ചാണ് പറയുന്നത്. Yeshu or Kalisya ke bare mein. യേശുവിനെ സഭയെ കുറിച്ചാണ് പറയുന്നത്. Hallelujah. ഹല്ലേലൂയ. I am the bride of Jesus. ഞാൻ ക്രിസ്തുവിന്റെ മണവാട്ടി അത്രേ. He is the new high priest. അവനാണ് എന്റെ മഹാപുരോഹിതൻ. He is the mediator. അവനാണ് എന്റെ മധ്യസ്ഥൻ. He is the intercessor. അവൻ എനിക്കായി He is the പ്രാർത്ഥിക്കുന്നു. advocate. അവൻ എന്റെ വക്കീൽ. He is the surety. അവൻ എന്റെ ഉറപ്പ്. He is my lover. എന്നാൽ അവൻ എന്നെ He പ്രണയിക്കുന്നവൻ. is my lover. അവൻ എന്നെ പ്രണയിക്കുന്നവൻ. That is why അതുകൊണ്ടാണ് the Bible says, ദൈവവചനം for പറയുന്നത്, any time of need, ഏതൊരു ആവശ്യത്തിന്റെ any സമയത്തും, mercy you want, ഏത് കരുണ വേണ്ടപ്പോഴും come boldly to the throne of grace. ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കലേക്ക് ഓടിവാ. Because I am sitting over here for you. ഞാൻ നിനക്കായി പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നു. Bolo Yeshu Masih ki. As a born again person, ഒരു വീണ്ടും ജനിച്ച വ്യക്തി എന്ന നിലയിൽ I have the boldness to go to the throne of grace. കൃപാസനത്തിന്റെ അടുക്കലേക്ക് പോകാനുള്ള ധൈര്യം എനിക്കുണ്ട്. Because seated on the supreme authority ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ഇരിക്കുന്നത് is my own daddy. എന്റെ സ്വന്തം പിതാവത്രേ. Is my own husband. എന്റെ സ്വന്തം ഭർത്താവത്രേ. You know where he is today? ഇന്ന് അവൻ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? He is here അവൻ ഇവിടെ ഉണ്ട്. with the darling. എന്നെ പ്രണയിക്കുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. He is in this airport ground tonight. ഈ എയർപോർട്ട് ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി അവൻ വന്നിട്ടുണ്ട്. Hallelujah. ഹല്ലേലൂയ. Right, father will say, sit here. He will say no. പിതാവ് പറയും ഇവിടെ ഇരുന്നാട്ടെ. അപ്പോൾ യേശു പറയും ഇല്ല, My darling is calling me. എന്റെ ഡാർലിംഗ് ഇതാ എന്നെ വിളിക്കുന്നു. Because your word says കാരണം ദൈവവചനം പറയുന്നു,
the man shall leave his parents ഒരു പുരുഷൻ തന്റെ അപ്പനെയും അമ്മയും വിട്ടുപിരിയും, and will be joined with the wife, തന്റെ ഭാര്യയോട് ഒന്നായി ചേരും. and they shall no longer be two but one. അവർ ഇനി മേലാൽ രണ്ടല്ല ഒന്നാണ്. I and Jesus are not two but one. ഞാനും യേശു ഇനി രണ്ടല്ല ഒന്നത്രേ. When I arrive, ഞാൻ വരുമ്പോൾ Jesus arrived. യേശുവാണ് വരുന്നത്. When you arrive, നിങ്ങൾ വരുമ്പോൾ Jesus arrived. യേശു വരുന്നു. Hallelujah. ഹല്ലേലൂയ. I can hear the Father whisper into my ear. പിതാവ് എന്റെ ചെവിയിൽ നന്നായി പറയുന്നത് എനിക്ക് കേൾക്കാം. If God be for us, who can be against us? ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? If God be for us, ദൈവം എനിക്കായിട്ടുള്ളവനാണെങ്കിൽ ഹല്ലേലൂയ. if God be for me, ദൈവം എനിക്ക് വേണ്ടിയുള്ളവനാണ്. who can be against me? എനിക്കെതിരായി നിൽക്കുവാൻ ആർക്ക് സാധിക്കും? My darling is Jesus. എന്റെ ഡാർലിംഗ് യേശു. When I fall down, He picks me up. When I am dry, He fills my cup. You are my all in all. जब हम गिर जाते हैं നാം വീണു പോകുമ്പോൾ तो वह हमको पकड़ के उठाता है. Amen. അവൻ എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കും. जब I am dry, ഞാൻ വരണ്ടു പോകുമ്പോൾ, tired, ക്ഷീണിച്ചു പോകുമ്പോൾ He fills. അവൻ എന്നെ വീണ്ടും നിറയ്ക്കും. He fills അവൻ നിറയ്ക്കും. out of His fullness. അവന്റെ നിറവിൽ നിന്ന് എന്നെ നിറയ്ക്കും. Fills me up. എന്നെ വീണ്ടും നിറയ്ക്കും. When I fall down, ഞാൻ വീണു പോകുമ്പോൾ He does not say get out. അവൻ ഒരിക്കലും പോകാൻ എന്നോട് പറയില്ല. He's my lover. അവൻ എന്നെ സ്നേഹിക്കുന്നവൻ, Picks me up. എന്നെ പിടിച്ചുയർത്തുന്നവൻ. When I fall down, You pick me up when I'm dry. You fill my cup. You are my all in all. Jesus, you're the the Lamb of God, worthy is your name. Jesus, you're the Lamb of God, worthy is your name. you are my strength. When I'm weak, you are the treasure that I see. You are my all in all. My dear brothers and sisters, എന്റെ പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, we cannot be failures in life. നമുക്കൊരിക്കലും പരാജയപ്പെടുവാൻ സാധിക്കുകയില്ല. Whatever circumstance, എന്തൊക്കെ സാഹചര്യം വന്നാലും in Him അവനിൽ we are more than conquerors. നമ്മൾ ജയാളികളെക്കാൾ ജയാളികളാണ്. We can do all things നമുക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും through Christ ക്രിസ്തുയേശു who മുഖാന്തരം, strengthens us. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. When we ask people to come to Jesus, നമ്മൾ യേശുവിന്റെ അടുക്കലേക്ക് വരുവാൻ ജനങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ we don't want you to join the religion. No, ഒരു മതത്തിൽ ചേരുവാനല്ല നിങ്ങളോട് പറയുന്നത്, become His lover. അവനെ പ്രണയിക്കുന്ന വ്യക്തിയായി തീരുവാൻ. God, ദൈവം our lover. എന്നെ സ്നേഹിക്കുന്നവൻ മനുഷ്യനല്ല, ദൈവമാണ്. You are my strength. When I'm weak, You are the treasure. that I see. You are my all in all. പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായ വചനം നമ്മൾ കേട്ടു. ഇന്ന് നാം കേട്ടതുപോലെ കർത്താവ് നമ്മുടെ മധ്യസ്ഥനാണ്. നമുക്ക് വേണ്ടി ശ്രേഷ്ഠമേറിയ വാഗ്ദത്തങ്ങൾ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ പഴയ നിയമത്തിൻ്റെ കീഴെ ഇസ്രായേൽ മക്കൾ നടന്നപ്പോൾ അവർക്ക് തീക്കൽ പാറയിൽ നിന്ന് വെള്ളം കിട്ടി, സ്വർഗീയ മന്ന കിട്ടിയെങ്കിൽ അതിലും ശ്രേഷ്ഠമായ യേശു തന്നെ മധ്യസ്ഥനായിരിക്കുന്ന പുതിയ നിയമത്തിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലതുഭാഗത്ത്, ഞാൻ വീണ്ടും പറയാം, ഈ ലോകത്തിലെ ഏതോ ഒരു സുപ്രീം കോടതിയിലല്ല, സ്വർഗത്തിൽ
പിതാവിൻ്റെ വലതുഭാഗത്ത് സകല അധികാരമുള്ള ആ കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥനായിട്ടിരിക്കുക. ആ കർത്താവ് നമ്മുടെ മണവാളനാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ദൈവസാന്നിധ്യമാണ് നമ്മൾ അനുഭവിച്ചത്. ആ യേശു നമ്മുടെ കാന്തനാണ്. നമ്മുടെ കരം പിടിച്ച് നടത്തുക, ഒന്നിനും കുറവില്ലാതെ ഇന്ന് വരെ നടത്തിയ വഴികളൊക്കെ ഒന്ന് ഓർത്തേ, എത്ര അത്ഭുതകരമായിട്ടാണ് യേശു നടത്തിയത്. ആ കർത്താവ് നമ്മളെ ഇനിയും നടത്തും. ഇന്ന് അത്ഭുതം നടക്കാൻ പോവുക. ഇന്ന് ആ വചനം കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ യേശു തുടങ്ങിക്കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും, വിഷയങ്ങളുടെ മേൽ അത്ഭുതം നടക്കും. അപ്പോൾ തന്നെ ജപ്തി സംബന്ധമായി ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. ബിസിനസ്സിൽ ഇന്ന് വലിയൊരു ഒരു ചുവട് വെക്കുവാൻ ആഗ്രഹിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ്സിൽ വലിയൊരു സാമ്പത്തിക വിഷയത്തിൽ നിങ്ങൾ നിൽക്കുകയാണ്. നാളുകളായി കൊടുക്കേണ്ട ചില കാര്യങ്ങൾ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് തന്നെ വലിയ തകർച്ചയിലാണ് നിൽക്കുന്നത്. ചോദ്യചിഹ്നത്തിന് മുമ്പിലാണ് നിൽക്കുന്നതെങ്കിൽ യേശു ഇന്നൊരു അത്ഭുതം ചെയ്യാൻ പോവുക. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാൻ. രോഗികൾ റെഡിയാകുക. പ്രത്യേകിച്ച് അസ്ഥി സംബന്ധമായ രോഗമുള്ള വ്യക്തികൾ, അതുപോലെ തന്നെ വയറ്റിനകത്ത് എരിച്ചിൽ അനുഭവിക്കുന്ന അൾസർ സംബന്ധമായ രോഗമുള്ള വ്യക്തികൾ, അതുപോലെ ഏത് രോഗമായിക്കൊള്ളട്ടെ, ഇനി യേശു നിങ്ങളെ സൗഖ്യമാക്കും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ പ്രിയപുത്രൻ, ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ എല്ലാമാകുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒറ്റ മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ആ രോഗികളുടെ മേൽ യേശുവെ നിൻ്റെ കരം വെക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ട ആണിപ്പഴുതുള്ള ആ പൊന്നുകരം ഇപ്പോൾ തന്നെ അവരുടെ മേൽ വരുമ്പോൾ ആ രോഗബന്ധനങ്ങൾ മാറട്ടെ. ആ സ്കിൻ സംബന്ധമായ രോഗങ്ങൾ, സോറിയാസിസ് പോലെ ശരീരത്തിൽ നിന്ന് പൊറ്റൻ പൊളിഞ്ഞു പോകുന്ന അവസ്ഥയിൽ, പ്രത്യേകിച്ച് ശിരസിൽ, ശരീരത്തിൻ്റെ പല ഭാഗത്ത് തൊലി പൊളിഞ്ഞു പോകുന്ന അവസ്ഥയിൽ, പൊറ്റൻ പോലെ പൊളിഞ്ഞു പോകുന്ന അവസ്ഥയിൽ ഭാരപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്ക് വളരെ വേദനയാണ്. കൂടെ തന്നെ രക്തം ചില സ്ഥലത്തു നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ യേശുവെ അങ്ങയുടെ കരം അവിടെ മേൽ വെക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. അപ്പോൾ തന്നെ വലിയ ദൈവ സാന്നിധ്യം നാളുകളായി സ്തോത്രം അഭിഷേകത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ ഇത് കേട്ടുകൊണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ത്രേസ്യ എന്നൊരു പേര് പരിശുദ്ധാത്മാവ് പറയുന്നു. ഇന്ന് കർത്താവിൻ്റെ സ്പർശനം നിങ്ങളുടെ മുറിയിൽ കർത്താവ് നിങ്ങളെ ഇറങ്ങി സ്പർശിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പർശനം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാം. കർത്താവെ, ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ വലിയ സാന്നിധ്യം, വലിയ മഹത്വം ആ ലിവിങ് റൂമിൽ ഇറങ്ങട്ടെ, ആ ഭവനങ്ങളുടെ അകത്ത് ഇറങ്ങട്ടെ. തൊട്ടറിയാവുന്ന പോലെ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. കർത്താവെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ അത്ഭുതകരമായ വഴികൾ കർത്താവ് തുറക്കുന്നതിനായി സ്തോത്രം. ജീവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കർത്താവെ സ്തോത്രം ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മകൻ്റെ മുമ്പിൽ പുതിയ വാതിൽ യേശുവിൻ്റെ നാമത്തിൽ തുറക്കട്ടെ. ആ മകൻ്റെ മുമ്പിൽ പുതിയ വഴികൾ തുറക്കട്ടെ. അത്ഭുതമായ ജീവിതത്തിൽ നടക്കട്ടെ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതം അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. ആ ബിസിനസ്സിൻ്റെ മേൽ അത്ഭുതം നടക്കട്ടെ. നാളുകളായി ആ ബിസിനസ് മുമ്പോട്ട് നീങ്ങാതെ പല ബാധ്യതകളും സ്തോത്രം പല ബാധ്യതകളും സമയത്ത് കൊടുത്തു തീർക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി അത്ഭുത വഴികൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കട്ടെ. എൻ്റെ കർത്താവെ, സൗഖ്യമാക്കിയതിനായി നന്ദി, വിടുവിച്ചതിനായി നന്ദി പറയുന്നു, അത്ഭുതം ചെയ്തതിനായി നന്ദി. കർത്താവെ, മഹത്വം മുഴുവൻ ഞങ്ങൾ അങ്ങേക്ക് തരുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. കർത്താവ് ഇപ്പോൾ തന്നെ അത്ഭുതം ചെയ്തിട്ടുണ്ട്. രോഗികൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരം ചെക്ക് ചെയ്യണം. നിങ്ങളുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് സോറിയാസിസ് പോലെ, അതുപോലെ തന്നെ പൊറ്റൻ പോലെ ശരീരത്തിൽ പൊളിഞ്ഞു പോകുന്ന അവസ്ഥയിൽ, പ്രത്യേകിച്ച് തലയിലും കഴുത്തിലൊക്കെ ആയിട്ട്, കഴുത്തിൻ്റെ പിൻഭാഗത്തൊക്കെ ആയിട്ട് പൊളിഞ്ഞു പോകുന്ന അവസ്ഥയിൽ, അവിടെ ഇങ്ങനെ രക്തം പനിച്ചു വരുന്നത് പോലെയുള്ള അവസ്ഥയിൽ ഇരിക്കുന്ന രോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. അതുപോലെ അഭിഷേകത്തിന് വേണ്ടി നാളുകളായി ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ ദൈവമഹത്വം ഇപ്പോൾ തന്നെ നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ വിളിച്ചറിയിക്കുക. കർത്താവ് സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണും വരെ കർത്താവിൻ്റെ കൃപയിൽ കർത്താവ് നമ്മളെ കാക്കുമാറാകട്ടെ.